നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പണ്ട് ശിബി ചക്രവർത്തിയുടെ മുന്നിൽ ഒരു പ്രാവ് അഭയം പ്രാപിച്ചു. എന്നാൽ പിന്തുടർന്നു വന്ന പരുന്ത് തന്റെ ഭക്ഷണത്തെ വിട്ടുതരാൻ രാജാവിനോട് ആവശ്യപ്പെട്ടു. പ്രാവിനു പകരം എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്നായി ശിബി. പകരമായി പരുന്ത് ആവശ്യപ്പെട്ടത് രാജാവിന്റെ വലതുകാലിലെ മാംസമായിരുന്നു. പലവട്ടം മാംസം അറുത്തുവെച്ചിട്ടും പ്രാവിന്റെ ഭാരത്തിനൊപ്പമായില്ല. ഒടുവിൽ ശിബി തന്നെ തുലാസിൽ കയറിയിരുന്നു. പ്രാവ് അഗ്നിദേവനായും പരുന്ത് ഇന്ദ്രനായും പ്രത്യക്ഷനായി ശിബിയെ അനുഗ്രഹിച്ചു. നീതിബോധവും ത്യാഗശീലവും മഹത്തായ ഗുണങ്ങളാണ്. അതുള്ളവർ ദേവീപ്രീതിക്ക് കാരണക്കാരാകുന്നു. കുലശേഖര ആഴ്വാർ രചിച്ചതായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് മുകുന്ദമാല. സംസ്കൃത ഭാഷയിലാണ് രചനയെങ്കിലും ലളിതവും ഭക്തിരസപ്രധാനവുമാണിത്. ഓരോ ജന്മത്തിലും കൃഷ്ണനെ സ്തുതിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയാണ് ഇതിൻ്റെ വിശേഷത. മോക്ഷത്തിനപ്പുറം എല്ലാ ജന്മങ്ങളിലും പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് കവി ചോദിക്കുന്നത്. ഇനി കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം വന്ദേഹം ഗണനായകം. ശ്രീമഹാഗണപതേ ശ്രീമഹാഗണപതേ സൂരപതേ ശ്രീമഹാഗണപതേ സൂരപതേ ശ്രീമഹാഗണപതേ സൂരപദേ സിദ്ധിവിനായക നമോസ്തുതേ ഹേ 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 ശ്രീമഹാഗണപതേ. സോമശേഖരനുത സുമുഖദയാനിധേ സോമശേഖരനുത സുമുഖദയാനിധേ സോമശേഖരനുത സുമുഖദയാനിധേ സോമശേഖരനുത സുമുഖദയാനിധേ ചാമരകർണസുധാർണവ സുന്ദര വാമനരൂപ
ശിവാത്മജ ശുഭക ചാമര കർണ സുധാർണവ സുന്ദര വാമന രൂപ ശിവാത്മജ ശുഭകര സാപ്പ സനി പമ ഗമ രീ സ ഗമ പനി സ സ പ സനി പമ ഗമ രീ സ ഗമ പനി സരി സമാഗ പാമനി പസാനി സ രി സനി സനി പനി പമ സരി രി ഗ ഗമ നി നി സരി ഗമരി സനി പമ ഗമരി നി സരി മരി സരി സ മവനി സനി പനി പ നി സരി മരി സരി നി സരി മരി സരി രി സ മവനി സനി പനി നി പ നി സരി മരി സരി ശ്രീ മഹാ ഗണപതേ സൂരപദേ സിദ്ധിവിനായക നമോ സൂരേ ശ്രീ മഹാ ഗണപതേ. കാരണഹരണ ത്രിഭുവന കുശല വിധാരണ വിശ്വ വന്ദിത ചരണ കാരണഹരണ ത്രിഭുവന കുശല വിധാരണ വിശ്വ വന്ദിത ചരണ കാരണമാ കൃപയാ പാഹി കാരണമാ കൃപയാ പാഹി ശുഭ വാരണ വദന ജനാർദി മരണ ഭവ കാരണ വിക്ര നിവാരണ വരഗു വാരണ വദന ജനാർദി മരണ ഭവ കാരണ വിക്ര നിവാരണ വരഗുണ ചാപ്പ സരി പമ ഗമ രീ സ ഗമ പനി സ സ പ സനി പമ ഗമ രീ സ ഗമ പനി സരി സമാഗ പാമനി പസാനി രി സ രി സനി സനി പനി പമ രി സരി രി ഗ ഗമ നി രി സ സരി ഗമരി സനി പമ ഗമരി നി സരി മരി സരി സ మ పని సని పని ప ని సరి మరి సరి ని సరి మరి సరి రి స మ పని సని పని ని ప ని సరి మరి సరి శ్రీ మహా గణపతే సూరపరే సిద్ధి వినాయక నమో సూరే శ్రీ మహా గణపతే గణపతే గణపతే. ചില സസ്യങ്ങൾ, ചിലതരം പൂക്കൾ, ഇലകൾ എന്നിവ ദേവാരാധനയുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലൊരു കായയാണ് രുദ്രാക്ഷം. ഔഷധ ഗുണമുള്ളത് എന്നതിലുപരി അതുമായി സ്പർശനത്തിൽ വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കാൻ രുദ്രാക്ഷത്തിന് കഴിയും എന്നാണ് വിശ്വാസം. ഇന്നത്തെ കഥയമമ രുദ്രാക്ഷ മഹാത്മ്യത്തെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ മഹാദേവനെ ആരാധിക്കാനായിട്ടുള്ള നിരവധിയായിട്ടുള്ള മാർഗങ്ങളും വിശേഷപ്പെട്ട അവസരങ്ങളും ഭാരതത്തിൽ ഋഷീശ്വരന്മാർ, പൂർവ്വസുകൃതികൾ നമുക്ക് കൈ തന്നിട്ട് പോയിട്ടുണ്ട്. അതിൽ ഭഗവാന്റെ പഞ്ചാക്ഷരം ആയിക്കോട്ടെ, ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രദോഷവ്രതം ആയിക്കോട്ടെ, വില്വപത്രം, കൂവളം ഭഗവാൻ അർച്ചിക്കാനുള്ള ഏറ്റവും വിശേഷപ്പെട്ട വസ്തു അതായിക്കോട്ടെ, ഇതൊക്കെ ഭഗവാന്റെ തന്നെ പ്രതീകങ്ങളായിട്ടാണ് നമ്മൾ കാണുക. അങ്ങനെ മഹാദേവന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു വിശേഷപ്പെട്ട വസ്തുവിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നും തന്നെയല്ല, ഭഗവാന്റെ സാക്ഷാൽ രുദ്രാക്ഷ മാഹാത്മ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. രുദ്രാക്ഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ളൊരു വസ്തുവാണ്. പല ആളുകളും അത് ധരിക്കാറുണ്ട്, പല ആളുകളും അത് പൂജാമുറിയിൽ ഉൾപ്പെടെ വെച്ച് പൂജിക്കാറുണ്ട്. അത് മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ടൊരു വസ്തു. ആ ധാരണയിലാണ് നമ്മൾ ഈ ആചരണങ്ങളൊക്കെ ചെയ്തു വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് രുദ്രാക്ഷം എന്നൊന്ന് അതിൻ്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരിക്കൽ ത്രിപുരന്മാരെന്ന് വിളിക്കപ്പെടുന്ന 3 അസുരന്മാർ ഈ ആകാശത്ത് 3 പുരങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും. ഇത് 3നെയും ഒരേ സമയത്ത് ഛേദിക്കാൻ സാധിക്കുന്ന ഒരാൾക്കേ
അവരെ വധിക്കാൻ സാധിക്കൂ എന്ന് വരം വാങ്ങിയിരുന്നു ത്രിപുരന്മാർ. അങ്ങനെ അവർ ഭൂമിയിൽ അധർമ്മം കൊത്തി വാഴുന്ന തരത്തിലുള്ള ഭരണം കാഴ്ചവെച്ചു എന്നാണ്. ഈ സമയത്ത് ദേവന്മാർക്ക് അവരുടെ സ്ഥാനം നഷ്ടമായി. സൽക്കർമ്മങ്ങളൊന്നും തന്നെ ഭൂമിയിൽ നടക്കുന്നില്ല. പഞ്ചാക്ഷരം പോലും ഉച്ചരിക്കാൻ ത്രിപുരന്മാർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ വളരെയധികം മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഈ ത്രിപുരന്മാരുടെ ഭരണം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഇങ്ങനെ ഈ ത്രിപുരന്മാരെ ജീവിക്കാൻ അനുവദിച്ചാൽ ഒരു തരത്തിലും ധർമ്മത്തിൻ്റെ സംസ്ഥാപനം ഇനി സാധ്യമാവില്ല എന്ന് മനസ്സിലായ ദേവന്മാരും ഋഷികളും എല്ലാവരും കൂടെ ചേർന്ന് കൈലാസത്തിൽ പോയി ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. ഭഗവാനോട് അവർ പ്രാർത്ഥിച്ചു, ഭഗവാനെ അങ്ങേക്ക് മാത്രമാണ് ഈ ത്രിപുരന്മാരെ നശിപ്പിച്ച് വീണ്ടും ധർമ്മത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ധർമ്മം സംസ്ഥാപനം ചെയ്യപ്പെട്ടാൽ മാത്രമേ നല്ലൊരു ജീവിതക്രമം ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. ഞങ്ങളെല്ലാവരും ഈ ത്രിപുരന്മാരുടെ ഈ ഒരു ആക്രമണം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അങ്ങയോട് പറയട്ടെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ദേവന്മാർ മഹാദേവനോട് പറഞ്ഞു എന്നാണ്. നോക്കൂ, ആരാണ് മഹാദേവൻ? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അച്ഛൻ്റെ സ്ഥാനമുള്ള ദേവതയാണ് അദ്ദേഹം. കാളിദാസൻ രഘുവംശത്തിൽ തുടങ്ങുമ്പോൾ തന്നെ എഴുതുന്നുണ്ട്, ജഗത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കണു എന്നാണ് രഘുവംശം തുടങ്ങുമ്പോൾ കാളിദാസൻ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെയും അച്ഛനാണ്. ആ അച്ഛന് തൻ്റെ മക്കൾ അനുഭവിക്കുന്ന വിഷമം, അവർ ഈ ത്രിപുരന്മാരുടെ ശല്യം കൊണ്ട് അനുഭവിച്ച വേദന, അത് മനസ്സിലാക്കിയപ്പോൾ ഭഗവാന് പോലും കണ്ണീര് വന്നു എന്നാണ് കഥയിൽ പറയുക. ഭഗവാന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് അശ്രുക്കൾ വീണു എന്ന് പറയുന്നു. എന്താണ് ഭഗവാന്റെ കണ്ണ്? അതുകൂടെ ചിന്തിക്കണം. ശ്രീരുദ്രം ഭഗവാന് ജപിച്ച് അഭിഷേകം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ധ്യാനം പറയാറുണ്ട്. പീഠം യസ്യ ധരിത്രി എന്ന് തുടങ്ങുന്നൊരു ധ്യാനം. ആ ധ്യാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭഗവാന്റെ 3 കണ്ണുകൾ എന്തൊക്കെയാണ്. ഭഗവാന്റെ വലത്തെ കണ്ണ് സൂര്യനാണത്രേ, ഭഗവാന്റെ ഇടത്തെ കണ്ണ് ചന്ദ്രനാണ്, ഭഗവാന്റെ 3ാമത്തെ കണ്ണ് അഗ്നിയാണ്. അങ്ങനെ 3 കണ്ണുകളാണ് ഭഗവാനുള്ളത്. ആ മുക്കണ്ണനായിട്ടുള്ള ഭഗവാന്റെ കണ്ണിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ധാരധാരയായി അശ്രുക്കൾ വീണു എന്നാണ്. അതിൽ ഭഗവാന്റെ വലത്തെ കണ്ണായിട്ടുള്ള സൂര്യനിൽ നിന്ന് 12 മുതൽ 16 വരെ തുള്ളികൾ വീണു എന്ന് പറയും. പല വ്യാഖ്യാനത്തിലും വ്യത്യാസമുണ്ട്. ഭഗവാന്റെ ഇടത്തെ കണ്ണായിട്ടുള്ള ചന്ദ്രനിൽ നിന്ന് 10 തുള്ളികൾ വീണു എന്ന് പറയും. ഭഗവാന്റെ 3ാമത്തെ കണ്ണിൽ നിന്ന് 6 തുള്ളികൾ വീണു എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ 16 എന്നും വ്യാഖ്യാനം പറയാറുണ്ട്. എന്തു തന്നെയായാലും ഭഗവാന്റെ ഈ 3 കണ്ണുകളിൽ നിന്നും വന്ന ഈ അശ്രുക്കളാണത്രേ പിന്നീട് രുദ്രാക്ഷം ആയിട്ട് മാറിയത്. രുദ്രന്റെ അക്ഷം ഭഗവാന്റെ കണ്ണ് എന്നാണ് സങ്കല്പം. അപ്പം അതിൽ ഭഗവാന്റെ ഈ വലത്തെ കണ്ണായിട്ടുള്ള സൂര്യനിൽ നിന്ന് വന്ന അശ്രുക്കളായിട്ടുള്ള രുദ്രാക്ഷങ്ങൾക്ക് ചുവന്ന നിറമായിരുന്നു അത്രേ. ഭഗവാന്റെ ഈ ഇടത് കണ്ണായിട്ടുള്ള ചന്ദ്രനിൽ നിന്ന് വന്നിട്ടുള്ള രുദ്രാക്ഷങ്ങൾക്ക് വെളുത്ത നിറമായിരുന്നു എന്നാ പറയാ. ഭഗവാന്റെ 3ാമത്തെ കണ്ണിൽ നിന്ന്, അഗ്നിയാകുന്ന കണ്ണിൽ നിന്ന് പുറപ്പെട്ട രുദ്രാക്ഷങ്ങൾക്ക് കറുത്ത നിറമായിരുന്നു എന്നും പറയാറുണ്ട്. ഇങ്ങനെയാണ് ഭൂമിയിൽ രുദ്രാക്ഷം ഉണ്ടായത് എന്ന് ദേവീ ഭാഗവതത്തിൽ നാരായണ മഹർഷി നാരദ ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് രുദ്രാക്ഷത്തിൻ്റെ മഹിമയും നാരദ മഹർഷിക്ക് ദേവീ ഭാഗവതത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള രുദ്രാക്ഷത്തെ ശിവഭക്തരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തർ, വിഷ്ണു ഭക്തർ എങ്ങനെയാണോ തുളസിമാലയും ഗോപീചന്ദനമൊക്കെ ഉപയോഗിക്കുന്നത്, അതുപോലെ മഹാദേവന്റെ ഭക്തർ ഉപയോഗിക്കുന്ന ആഭരണമാണ് രുദ്രാക്ഷവും ഒപ്പം തന്നെ ഭസ്മവും ത്രിപുണ്ഡവും. ഇതാണ് ശിവഭക്തന്മാരെ തിരിച്ചറിയാനുള്ള ലക്ഷണമായിട്ട് പോലും പണ്ട് ഉപയോഗിച്ചിരുന്നത്. രുദ്രാക്ഷം ധരിച്ചവൻ ശിവഭക്തനായിരിക്കും എന്നാണ് പൊതുവിൽ പറയുക. അങ്ങനെയുള്ള രുദ്രാക്ഷം എവിടെയൊക്കെ ധരിക്കാം എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായിട്ട് മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഴുത്തിൽ, അതുപോലെ തന്നെ കയ്യിൽ, ശിരസിൽ, കണ്ണിൽ വരെ രുദ്രാക്ഷം ധരിക്കാം എന്നാണ് അതിൽ അദ്ദേഹം പറയുന്നത്. ഓരോന്നിനും കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. പലതരത്തിലും മുഖങ്ങളുള്ളതിനനുസരിച്ച് രുദ്രാക്ഷത്തിന് വകഭേദങ്ങളുണ്ട്. ഏകമുഖി, ദ്വിമുഖി, അങ്ങനെ പോവത്. അതിൽ ഏകമുഖി രുദ്രാക്ഷമാണ് അത്രേ ഭഗവാനെ, മഹാദേവനെ പ്രദാനം ചെയ്യുന്നത്. ഒപ്പം തന്നെ പഞ്ചമുഖ രുദ്രാക്ഷവും, അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇത് രണ്ടും മഹാദേവനെ പ്രദാനം ചെയ്യണമെന്നാണ്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള അളവിൽ പഞ്ചാക്ഷരത്തോടുകൂടി രുദ്രാക്ഷം ധരിക്കുന്നവന് മഹാദേവന്റെ പ്രീതി ഉണ്ടാവും എന്നാണ് സങ്കല്പം. പ്രദോഷ ദിവസമാണത്രേ രുദ്രാക്ഷം ധരിക്കാൻ ഏറ്റവും അനുചിതമായിട്ടുള്ള ദിവസമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പ്രദോഷ സമയത്ത് പഞ്ചാക്ഷരം ചൊല്ലിക്കൊണ്ട് ഈ പറയുന്ന വിധിക്കപ്പെട്ടിട്ടുള്ള ഏതാണ്ട് 14 മുഖങ്ങളാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. ആ 14 മുഖങ്ങളിൽ ഏതെങ്കിലും ഒരു രുദ്രാക്ഷം ഒരു ഗുരുവിൻ്റെ അടിസ്ഥാനത്തിൽ ജപിക്കണം എന്നാണ്. ഏതെങ്കിലും രുദ്രാക്ഷം നമുക്കിഷ്ടമുള്ള പോലെ അങ്ങോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല.
നമ്മളുടെ പ്രാപ്തിക്കനുസരിച്ച്, നമ്മളുടെ കുണ്ഡലിനി ശക്തിയുടെ കഴിവിനനുസരിച്ച് ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം വേണം രുദ്രാക്ഷം ധരിക്കാൻ എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. രുദ്രാക്ഷം ധരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് ദേവി ഭാഗവത്തിലും ശിവപുരാണത്തിലും പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് വേണം രുദ്രാക്ഷത്തെ നമ്മൾ ഉപയോഗിക്കാൻ എന്നുള്ള എളിയ അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഭഗവാൻ മഹാദേവന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ആ രുദ്രാക്ഷത്തെ നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ രാമൻ, കൃഷ്ണൻ എന്നീ മൂർത്തികൾക്ക് ധാരാളം ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. വാമനൻ, പരശുരാമൻ, വരാഹമൂർത്തി, നരസിംഹമൂർത്തി എന്നിവയ്ക്കും കുറവല്ലാത്ത ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. എന്നാൽ ആദ്യ അവതാരമായ മത്സ്യമൂർത്തിക്ക് കേരളത്തിൽ അധികം ക്ഷേത്രങ്ങൾ കാണാനില്ല. വയനാട്ടിലെ മീനങ്ങാടിയിൽ ഒരു മത്സ്യാവതാര ക്ഷേത്രമുണ്ട്. ക്ഷേത്രവിശേഷങ്ങൾ ധാരാളമുള്ള മലയാളക്കരയിൽ ഇതാ ഒരു ക്ഷേത്രവിശേഷവുമായി ഇന്നത്തെ ദീപാരാധന കാഴ്ചയെത്തുന്നു. പച്ചപ്പട്ടുടയാടകൾ പോലെ വയലുകളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിന്റെ അനശ്വരമായ നാദമാണ് തൃപ്പല്ലവൂർ ശിവക്ഷേത്രം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സർവവും മംഗളകരമാകുന്ന ഈ നാദം തന്നെയാണ് പല്ലാവൂർ ഗ്രാമത്തിന്റെ ആത്മനാദവും ഇവിടുത്തെ മനുഷ്യരുടെ ജീവതാളവും. പല്ലവ രാജാക്കന്മാരിൽ നിന്നാണ് പല്ലാവൂർ എന്ന സ്ഥലനാമമുണ്ടായതെന്ന് ചരിത്രം പറയുന്നു. പാലക്കാടും പരിസര പ്രദേശങ്ങളും ഒരു കാലഘട്ടത്തിൽ പല്ലവ രാജാക്കന്മാരുടെ ആധിപത്യത്തിലായിരുന്നു. പല്ലവരുടെ പട്ടണമായിരുന്ന തമിഴ്നാട്ടിലെ പല്ലവാരത്തിനും പല്ലാവൂർ എന്ന പേരിനുമുള്ള സാമ്യതകൾക്കപ്പുറം 2 പ്രദേശത്തും പല്ലവന്മാർ അതിപുരാതനമായ ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രാമവാസികൾക്കിടയിൽ ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരു ആത്മീയ കഥ കൂടി നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. രാവണ സഹോദരനായ ഖരന്റെ കൊടും തപസ്സിനാൽ ഖരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ ഖരന് 3 ശിവലിംഗങ്ങൾ നൽകുകയുണ്ടായി. ശിവലിംഗങ്ങളിൽ 2 എണ്ണം ഇരുകരങ്ങളിലുമേന്തി മറ്റൊന്ന് നാവിൻ തുമ്പത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് ആകാശമാർഗേണ യാത്ര ചെയ്യുകയായിരുന്ന ഖരൻ വിശ്രമത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ നിലത്ത് വെച്ച 3 വിഗ്രഹങ്ങളും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം 3 സ്ഥലങ്ങളിലായി പ്രതിഷ്ഠിതമായി എന്നതാണ് വിശ്വാസം. അങ്ങനെയാണ് ശ്രീ ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം ശിവക്ഷേത്രങ്ങൾ ഉണ്ടായതെന്നും ഈ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ പറയുന്നത് പോലെ പല്ലാവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഖരൻ പല്ലുകൊണ്ട് പ്രതിഷ്ഠിച്ചതാണെന്നും അതുകൊണ്ടാണിവിടം പല്ലാവൂരെന്നറിയപ്പെടുന്നതും എന്നതാണ് മറ്റൊരു വിശ്വാസ പ്രമാണം. അതിപുരാതനമായ പല്ലാവൂർ ക്ഷേത്രത്തിൻ്റേത് ചെമ്പു തകിടുകളാൽ പൊതിഞ്ഞ മനോഹരമായ വട്ടശ്രീകോവിലാണ്. പടിഞ്ഞാറോട്ട് ദർശനമേകിയിരിക്കുന്ന മഹാദേവൻ ശാന്തസ്വരൂപനായാണ് ഇവിടെ കുടികൊള്ളുന്നത്. വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പാർവതീദേവിയുമുണ്ട്. ഇതാണ് മറ്റൊരു സവിശേഷത. വിശ്വപുരുഷനായ ശിവനും പ്രകൃതിശക്തിയായ പാർവതിയും ചേരുമ്പോൾ പ്രപഞ്ച താളമാകുന്നു. സ്ത്രീയെ
പുരുഷനിൽ നിന്ന് വേറിട്ട് കാണാൻ കഴിയില്ലെന്നും രണ്ടും ചേർന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പെന്നും താളമെന്നും ലയമെന്നും അർദ്ധനാരീശ്വര രൂപത്തിലൂടെ ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നു. അതുകൊണ്ട് ദേവിയും ദേവനും തുല്യശക്തിയായി കുടികൊള്ളുന്ന പല്ലാവൂർ ക്ഷേത്ര ദർശനം ഇഹത്തിലും പരത്തിലും മോക്ഷദായകമാകുന്നു. ശിവനും പാർവതീദേവിയും ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ദർശനമരുളിയിരിക്കുമ്പോൾ ശ്രീകോവിലിന്റെ വശങ്ങളിൽ ശാസ്താവും ശ്രീമുരുകനും ശ്രീഗണപതിയും ഉപദൈവങ്ങളായി നിലകൊള്ളുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്തായി കീഴിലും ക്ഷേത്രമായി ഒരു ശ്രീകൃഷ്ണ കോവിലും നിലനിൽക്കുന്നുണ്ട്. നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രവും അതിനോട് ചേർന്ന ഉപദൈവങ്ങളുടെ ക്ഷേത്ര സമുച്ചയങ്ങളും പഴമയുടെ സൗന്ദര്യത്തോടെ തന്നെ നിലനിൽക്കുന്നു. ക്ഷേത്രത്തിനു കിഴക്കുവശത്തായി വിശാലമായൊരു ക്ഷേത്രക്കുളമുണ്ട്. ഈ ക്ഷേത്രക്കുളം ശിവന്റെ ഭൂതഗണങ്ങളാൽ നിർമ്മിതമായ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള മതിലുമായി ബന്ധപ്പെടുത്തി ഒരു കഥയും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യസ്പർശമില്ലാത്ത ഒരു രാത്രി ശിവന്റെ ഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഈ മതിൽ നിർമ്മിക്കാൻ വരികയുണ്ടായി അത്രേ. നിശബ്ദതയിൽ മതിൽ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കെ സൂര്യോദയത്തിനു മുമ്പായി ക്ഷേത്രക്കുളത്തിലേക്ക് ഒരു മനുഷ്യ സ്ത്രീ സ്നാനത്തിനായി വന്നുവെന്നും ആ സ്ത്രീ ഭൂതഗണങ്ങളെ ദർശിച്ചതോടെ അവർ ക്ഷേത്രമതിൽ നിർമ്മാണം നിർത്തിവയ്ക്കുകയുമായിരുന്നു അത്രേ. ശിലാപാളികൾ അടുക്കി നിർമ്മിച്ച ക്ഷേത്രമതിലിൻ്റെ ഒരു വശം ഇപ്പോഴും പണി പൂർത്തിയാകാത്ത അവസ്ഥയിൽ തുടരുന്നു എന്നതാണ് ഈ കഥയ്ക്ക് പിൻബലമേകുന്ന മറ്റൊരു വസ്തുത. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന തൃപ്പല്ലാവൂർ ആറാട്ട് വളരെ പ്രസിദ്ധമാണ്. ഇവിടെ 12 വർഷത്തിലൊരിക്കൽ അച്ഛനും മകളും ഒരുമിക്കുന്ന അപൂർവമായ കാഴ്ച രണ്ടു ദേശക്കാർക്കും വേറിട്ടൊരനുഭവമാണ് സമ്മാനിക്കുന്നത്. ദേവന്റെയും ദേവിയുടെയും തിടമ്പുകൾ കൈമാറുന്ന ഈ ചടങ്ങ് വളരെ സവിശേഷമാണ്. ഓംകാരമെന്നാൽ ശുദ്ധവും സർവഗ്രഹങ്ങളുടെയും താളം നിലനിർത്തുന്ന ശൈവശക്തി തന്നെ. മൗലിയിൽ ചന്ദ്രക്കല ചൂടുന്ന ഭഗവാൻ ചന്ദ്രകലാധരനാകുമ്പോൾ ഭഗവാന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആകാശവും ജലവും അഗ്നിയും ഭൂമിയും വായുവും ദർശിക്കുവാൻ കഴിയുന്നു.
കലാകാരന്മാരുടെ കേദാരഭൂമിയാണ് പല്ലാവൂരപ്പൻ്റെ മണ്ണ്. പല്ലാവൂരിൻ്റെ മണ്ണ് വിളയിച്ചെടുത്ത കലാകാരന്മാരിൽ പലരും ലോകശ്രദ്ധയെ ആകർഷിച്ചവരാണ്. ആ പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്ന പരമ്പരകൾ മക്കളിലൂടെയും ചെറുമക്കളിലൂടെയും നിലനിൽക്കുന്നതുകൊണ്ട് പല്ലാവൂരിൻ്റെ സന്ധ്യകൾ താളമേളങ്ങളാൽ ആനന്ദഭരിതമാകുന്നു. അങ്ങനെ പല്ലാവൂരിൻ്റെ കലാഭൂമികയിൽ പുതുനാമ്പുകൾ കാലാന്തരങ്ങളോളം നിലനിൽക്കട്ടെ. ക്ഷേത്രപൂജകൾ കഴിഞ്ഞു. ഇനിയുള്ള രാത്രിയുടെ യാമങ്ങൾ ശിവകുടുംബത്തിൻ്റേതാണ്. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വൻമതിലിനു മുകളിലായി ശ്രീഭൂതഗണങ്ങൾ നിരന്നു. ഇനി പല്ലാവൂരപ്പൻ്റെ ശ്രീകോവിലിനുള്ളിൽ ഗംഗയും മാനസ സരസും നിറയുകയായി. മഹാദേവന്റെ ഢമരുവിൽ നിന്നും പ്രപഞ്ചനാദം നിറയുമ്പോൾ ആ നടനത്തിൻ്റെ താളത്തിൽ ശിവകുടുംബം ലയിച്ചു ചേരുന്നു. പല്ലാവൂർ ഗ്രാമം ഓംകാരമന്ത്രങ്ങൾ ആത്മാവിലേക്ക് ആവാഹിച്ചു. മഹാദേവ, പരമേശ്വര, എൻ്റെ ഈ ഓംകാര പ്രാണായാമങ്ങൾ നിന്നിലേക്കുള്ള യാത്ര തന്നെ. നിന്നിലേക്കുള്ള എൻ്റെ ഈ യാത്ര തിരിച്ചറിഞ്ഞ് എനിക്ക് ദീനമില്ലാത്ത ജീവിതവും അനായാസ മരണവും നിന്നിൽ അചഞ്ചലമായ വിശ്വാസവും തന്ന് എന്നെ അനുഗ്രഹിക്കണമേ.